പേരെന്താ? അപ്പം ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഇവിടെ വന്നിട്ട് 29 വർഷമായി. അല്ല, ഈ കട തുടങ്ങിയിട്ട് 26 വർഷം കഴിഞ്ഞു. അപ്പം ആദ്യം ഞങ്ങൾ മാർക്കറ്റിലായിരുന്നു. മാർക്കറ്റിൽ നിന്നാണ് ഇവിടെ വന്ന് 9 വർഷമായി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ച് വന്നതാണ്. നാട്ടിൽ വേറെ ജോലിയൊന്നും അറിയില്ല, ഇവിടെ വന്ന് വേറെ ജോലിയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കട തുടങ്ങാനുള്ള പ്ലാനിൽ ഞാനാണ് ആളിനോട് പറഞ്ഞ് കട എടുപ്പിച്ചത്. പിന്നെ അത് ആദ്യം ഒരു ചെറിയ കടയായിരുന്നു, പിന്നെ ഒരു വലിയ കടയായിരുന്നു. പിന്നെ അതിൽ ഞങ്ങൾ 18 വർഷം നിന്നു. ആ ബിൽഡിങ് പൊളിച്ച് പണിയാൻ പോവുക പറഞ്ഞ കാരണം ഞങ്ങൾ അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ വന്ന് 9 വർഷമായി. അല്ല, ആദ്യം ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കയ്യിലുണ്ടായിരുന്നോ അതോ? ഇല്ല, എൻ്റെ ഒരു മാല കൊണ്ട് പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. അങ്ങനെ ഒരു 5000 രൂപയല്ലേ തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് വലിയ കടയൊക്കെ വിട്ടപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി. അതുകൊണ്ട് പിന്നെ ചെറിയ കടയൊക്കെ മാറിയിട്ടാണ്. അപ്പം ഈ കുട്ടികളൊക്കെ അതുകൊണ്ട് പഠിക്കലും കുട്ടികളെ പഠിപ്പിക്കലും വാടക കെട്ടലും ഒക്കെ കൂടി ബുദ്ധിമുട്ടായപ്പോൾ ചെറിയ കടയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ കട ഇപ്പൊ ഒറ്റയ്ക്കാണോ? അല്ല, ഞാനും ചേട്ടനും കൂടി നോക്കിയത്. വേറെ എക്സ്ട്രാ സ്റ്റാഫ് അങ്ങനെ ഒരു പാത്രം കഴുകാൻ ഒരാളുണ്ട്, വേറെ ആരും. അപ്പൊ കൂടുതൽ മലയാളീസ് ആണ് വരാറ്? അതെ, കൂടുതലും മലയാളീസാണ്. നമ്മൾ കേരള ഭക്ഷണമാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇവിടെ വരുന്ന ആൾക്കാര് നല്ലതാ, ഫുഡ് നല്ലതാ അങ്ങനെയൊക്കെ പറയാറുണ്ട്? പറയാറുണ്ട്. പിള്ളേരും പറയാറുണ്ട്. പിള്ളേരിന്റെ പേരൻസിനെയൊക്കെ കൊണ്ടുവരും ചിലപ്പോഴൊക്കെ. അവരും വന്ന ഭക്ഷണം നല്ലതാണ്. ഡെലിവറി ചെയ്യുന്നുണ്ട് അതോ ഇവിടെ വന്ന് കഴിക്കുന്നവർ മാത്രമാണോ? പാഴ്സൽ വേണമെങ്കിൽ നമ്മൾ കൊടുക്കും. കൊണ്ടേ കൊടുക്കാൻ കഴിയില്ല, ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അവിടെ പിള്ളേർ വരുന്ന നേരം എനിക്കില്ല. ചേട്ടൻ പോയ പിന്നെ ഞാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് ഫുഡ് കൊടുക്കാൻ പറ്റില്ല. വന്ന് കൊടുക്കാൻ 3 ടൈം ഫുഡ് ഉണ്ട് ഇവിടെ? ഇപ്പൊ 3 ടൈം ഉണ്ട്, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. അപ്പം എപ്പോഴും ഇപ്പം രാവിലത്തെ ഫുഡ് അപ്പൊ കഴിയും, ഉച്ചയ്ക്കും രാത്രിയും ഒരേ വിഭവങ്ങളാണ്? അല്ല, ഉച്ചക്ക് ചോറും ബിരിയാണിയും മാത്രമേ ഉള്ളൂ. അല്ല, പുതിയ കടകൾ വന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടും അങ്ങനെ? പുതിയ കടകൾ വരുമ്പോ ഈ സ്റ്റുഡൻസ് ആയത് കാരണം അവരിങ്ങനെ ആദ്യം വന്ന ഈ പുതിയ കടകളിലേക്കാണ് കുട്ടികൾ പോവുള്ളൂ. പിന്നെ അവര് പോയി കുറെ കഴിയുമ്പോഴാണ് പിന്നെ വീണ്ടും തിരിച്ച് നമ്മുടെ അടുത്ത് വരും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം എങ്ങനെയുണ്ട് എന്ന് അവർക്ക് അറിയാലോ ആദ്യമേ. അപ്പൊ എവിടെ പോയാലും തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ വരും. അപ്പം ഫുഡൊക്കെ എങ്ങനെ? പഴയ ഫുഡ് അങ്ങനെയല്ല? ഞങ്ങൾ അന്നൊന്നും ഉണ്ടാക്കി അന്നൊന്നും കൊടുക്കുന്നത്. ഞങ്ങൾ ഈ ഭക്ഷണം തന്നെ കഴിക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ ഒരു കാപ്പി പോലും ഉണ്ടാക്കിയിട്ടില്ല. എന്റെ മക്കളും ഞങ്ങളും ഒക്കെ ഇതന്നെ ഈ ഭക്ഷണം തന്നെ കഴിക്കും. ഈ 26 വർഷമായി ഞാൻ കട തുടങ്ങിയിട്ട്. ഈ 26 വർഷം ഞങ്ങൾ വീട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കാറില്ല. ഈ ഭക്ഷണം കൊണ്ടുവന്ന് തന്നെയാണ് ഇപ്പോഴും. ഇപ്പൊ മോള് ജോലിക്ക് പോകുമ്പോയിരുന്നു. അപ്പൊ ഇതാ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ കൂടുതൽ നമുക്ക് കൊടുത്തു വിട്ടായിരുന്നു. എന്താ കൂടുതൽ? ചിക്കൻ ബിരിയാണി, കേരള റൈസ്, വൈറ്റ് റൈസ്, ചിക്കൻ കറി, ഫിഷ് ഫ്രൈ, ചിക്കൻ ലിവർ ഫ്രൈ, ചിക്കൻ ഫ്രൈ. കൂടുതൽ ആയിട്ട് പോകുന്നത് എന്താ? ചിക്കൻ ബിരിയാണി. ഇവിടെ കൂടുതൽ സ്റ്റുഡൻസ് ആണോ വരുന്ന? ഫാമിലി ഉള്ളില്ല, സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള ഈ ജോലിക്കാരൊക്കെ ഉണ്ട്. ഫാമിലി ഒക്കെ കുറവാണ്. അപ്പം ഇവിടെ തന്നെ കട എടുക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? ഇവിടെ തന്നെ കടയെടുക്കാൻ തീരുമാനിച്ച് എന്റെ ഏട്ടന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അവരുടെ ഇതിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഈ ഏരിയ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എന്റെ ഏട്ടന്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഏരിയക്ക് എത്തിയത്.